2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് മുസ്ലിം ലീഗ്. UDF-ലെ ഏറ്റവും സ്ട്രൈക്ക് റേറ്റുള്ള പാർട്ടി എന്ന നിലയിൽ മുസ്ലിം ലീഗിന് ഏറ്റവും അധികം സീറ്റുകൾ വിജയിക്കേണ്ടത് ഒരു ഭരണം UDF-ന് അനുകൂലമുണ്ടായി വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും നിർണായകമാണ്. UDF-ലെ ഏറ്റവും നിർണായകമായ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുകളുള്ള ഒരു ശക്തിയാവുക എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ ശക്തമായ കേഡർ സിസ്റ്റം പ്രവർത്തനത്തോടുകൂടിയാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ മേഖലകളിലും പഴുതടിച്ച പ്രവർത്തനങ്ങൾക്കാണ് മുസ്ലിം ലീഗ് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും സംസ്ഥാന കമ്മിറ്റിയും സദാ ജാഗരൂകമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഏറ്റവും പ്രധാനമായി പുറത്തുവരുന്ന വാർത്ത എന്ന് പറയുന്നത് ലീഗ് യുവജന വിദ്യാർത്ഥി നേതാക്കളെ കളത്തിലിറക്കി പല ഇടത് കോട്ടകളും പിടിച്ചെടുക്കാനുള്ള ശ്രമം അണിയറയിൽ ആരംഭിച്ചു എന്നുള്ള വാർത്തയാണ് ഏറ്റവും പ്രധാനമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും മുസ്ലിം ലീഗ് ഏറ്റവും പ്രധാനമായി പരിഗണിച്ചു പോകുന്നത്, ഏറ്റവും പ്രധാനമായി അവരുടെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയായി ഉപയോഗിച്ച ഇടതുപക്ഷത്തിന്റെ കയ്യിലുള്ള പ്രധാനപ്പെട്ട സീറ്റുകളെ പിടിച്ചെടുക്കാൻ യുവജന നേതാക്കളെ, വിദ്യാർത്ഥി നേതാക്കളെ കളത്തിലിറക്കി അത് ഒരു പരിധിയിലപ്പുറത്ത് വിജയം കാണുകയും ചെയ്തിരുന്നു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഇത്തവണ പ്രതിപക്ഷമില്ലാതെയാണ് മുസ്ലിം ലീഗ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അതിനേറ്റവും പ്രധാനമായത് ചങ്ങരംകുളം ഡിവിഷനായിരുന്നു. ഇടതുപക്ഷത്തിന്റെ കയ്യിൽ 25-ലധികം വർഷങ്ങൾ നിലനിന്നിരുന്ന, മലപ്പുറത്ത് UDF തൂത്തുവാരുന്ന സമയത്തും മുസ്ലിം ലീഗ് തൂത്തുവാരുന്ന സമയത്തും ഇടതുപക്ഷത്തിന്റെ പൊന്നാപുരം കോട്ടയായി നിലനിന്നിരുന്ന ചങ്ങരംകുളം തിരിച്ചുപിടിക്കാൻ ഇത്തവണ ആ മണ്ഡലത്തിൽ തന്നെയുള്ള MSF-ന്റെ സംസ്ഥാന ട്രഷറർ വിദ്യാർത്ഥി നേതാവായ അസർ പെരുമുക്കിനെ മുസ്ലിം ലീഗ് മത്സരത്തിനിറക്കുകയും ആ ഡിവിഷൻ തിരിച്ചുപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതേ മാതൃകയിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും യുവജന വിദ്യാർത്ഥി നേതാക്കളെ കളത്തിലിറക്കി അതിശക്തമായ പ്രവർത്തനങ്ങൾക്കാണ് മുസ്ലിം ലീഗ് കളമൊരുക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി പറഞ്ഞു വെക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി കുന്നമംഗലം നിയോജക മണ്ഡലം എന്ന് പറയുന്നത് UDF-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട, ഇടതുപക്ഷം കഴിഞ്ഞ കുറെ വർഷങ്ങളായി, കഴിഞ്ഞ 15 വർഷമായി ഇടതുപക്ഷം കയ്യിൽ വെച്ചിരിക്കുന്ന മണ്ഡലമാണ്. ആ മണ്ഡലത്തിനെ തിരിച്ചുപിടിക്കാൻ യൂത്ത് ലീഗിന്റെ നേതാവും കുന്നമംഗലം നിയോജക മണ്ഡലക്കാരനുമായ PK ഫിറോസിനെ മത്സരിപ്പിക്കാനുള്ള സാധ്യത അണിയറയിൽ ഒരുങ്ങുകയാണ്. PK ഫിറോസ് കുന്നമംഗലത്ത് മത്സരിച്ചേക്കുമെന്ന വാർത്തകൾ വരുന്നു. അതേപോലെ തന്നെ അതേ മാതൃകയിൽ കൂത്തുപറമ്പിൽ CK നജാഫ് സ്ഥാനാർത്ഥിയാകും. MSF-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി CK നജാഫ് സ്ഥാനാർത്ഥിയായാൽ വിദ്യാർത്ഥി യുവജന നേതാക്കന്മാരെ ഇടതു കോട്ടകളിൽ അവരുടെ സ്വന്തം മണ്ഡലങ്ങളിൽ കളത്തിലിറക്കിയാൽ വലിയ തരത്തിലുള്ള വിജയമുണ്ടാകുമെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ കണക്കുകൾ വെച്ച് മുസ്ലിം ലീഗ് കണക്ക് കൂട്ടുകയാണ്. ആ മാതൃകയിൽ സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.